ഇന്ന് വൈകിട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ, വൈകിട്ടെന്നല്ല രാത്രിയായി ഏകദേശം, പുറത്തേക്കിറങ്ങിയപ്പോൾ ചാമ്പയ്ക്ക കൂടുതൽ പഴുത്തു നിൽക്കുന്നു. അതിന്ന് പിച്ചിയില്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ഒന്നുകിൽ പൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ കേടായി പോകും. അങ്ങനെ എത്തുന്നിടത്തോളമുള്ള ചാമ്പയ്ക്ക ഫുള്ള് പിച്ചിക്കൊണ്ട് വന്നിട്ട് ജാം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ചാമ്പയ്ക്ക ജാം. ഓൾറെഡി ചാമ്പയ്ക്ക അച്ചാറിട്ടതും ചാമ്പയ്ക്ക എല്ലാം ഇരിപ്പുണ്ട്, ഉപ്പിലിട്ടതും ഇരിപ്പുണ്ട്. അതുകൊണ്ട് ജാം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ജാം ഉണ്ടാക്കാനായി ചാമ്പയ്ക്ക ഫുള്ള് കൊണ്ടുവന്ന് കൈവച്ചിട്ട് പിച്ചി അതിൻ്റെ കുരുവും മുകളിലൊരു കറുത്ത സംഭവം ഉണ്ടല്ലോ അതും എടുത്ത് കളഞ്ഞിട്ട് നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മിക്സിയിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെന്ന് പറയുമ്പോൾ അത് നല്ല പൾപ്പി ഫോം ആവണം. ഒരു തരി പോലും അതിനകത്ത് കാണരുത്. അങ്ങനെ അരച്ചതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് പഞ്ചസാര ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കി അത് പഞ്ചസാര പാനിയാക്കി. എന്നിട്ട് അത് നല്ല രീതിയിൽ പാനിയായി വന്നപ്പം അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക എടുത്ത് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അത് ഇളക്കി അത് ഒരു ജെല്ലി ഫോം ആവുന്നിടം വരെ ഇളക്കണം. കൂടുതൽ കട്ടിയായി പോകാനും പാടില്ല. അങ്ങനെ കട്ടിയായി പോയി കഴിഞ്ഞാൽ നല്ല പാറക്കല്ല് പോലെ ആയി പോവുകയും ചെയ്യും. നമ്മൾ ചാമ്പയ്ക്കയുടെ ജാമിന് അതിൻ്റെ ഒറിജിനൽ കളർ തന്നെയാണ്, അല്ലാതെ ഒരു തുള്ളി ഫുഡ് കളറോ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ചാമ്പയ്ക്ക ജാമിൻ്റെ എന്ത് കളറാണോ വരുന്നത് ആ സെയിം കളർ തന്നെ, ലൈറ്റ് റോസ് കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു കളർ തന്നെയാണ് അതിനുള്ളത്. തീ കുറച്ചിട്ടാണ് ഇളക്കേണ്ടത്. ഒരു 10-15 മിനിറ്റിനകത്ത് ഇളക്കി കഴിഞ്ഞാൽ അതൊരു ജെല്ലി ഫോം ആകും. ഇളക്കി അതിനുശേഷം അത് ചെറിയൊരു ജാറിലേക്ക് ജസ്റ്റ് ഒന്ന് തണുക്കാൻ, ആ മൺചട്ടിയിൽ തന്നെ തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ബൗളിലേക്കോ ഗ്ലാസ്സിലേക്കോ അത് ഒഴിച്ച് മാറ്റുക. അപ്പോഴും അതൊരു ചെറിയൊരു ജെല്ലി ലൂസ് ഫോം ആയിരിക്കും. എന്നിട്ട് അത് തണുക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം. ഞാൻ രാത്രി മുഴുവൻ അത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും.